പ്രതിഷ്ഠ ബി.ജെ.പി. രാഷ്ട്രീയ പരിപാടിയാക്കിയതിനാലാണ് പോവാതിരുന്നതെന്നും അയോധ്യയിൽ ഒരു ദിവസം സന്ദർശനം നടത്തുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. രാമനെ സ്വന്തമാക്കാൻ ബി.ജെ.പി. ആഗ്രഹിക്കുന്നുണ്ടാവാം, വിട്ടുകൊടുക്കാൻ രാമഭക്തർ തയ്യാറല്ല. ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കുന്നത്? പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു ബി.ജെ.പിക്കാരനാണോ? ഇതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിലല്ല. അയോധ്യ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ശശി തരൂർ സിയാറാം എന്ന് ട്വീറ്റ് ചെയ്തതിനെതിരെ തിരുവനന്തപുരം ലോ കോളേജിൽ SFI പ്രതിഷേധിച്ചു. ജയ് ശ്രീറാം എന്നല്ല, സിയാറാം എന്നാണ് താൻ ട്വീറ്റ് ചെയ്തതെന്നും അത് ബോധപൂർവമാണെന്നും ശശി തരൂർ വിശദീകരിക്കുന്നു. സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ലേ, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത്, സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ശശി തരൂരിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ബി.ജെ.പി. ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടത്. ഈ ശശി തരൂരിനെതിരെ തിരുത്തൽ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രാമക്ഷേത്രം സന്ദർശിക്കുന്നതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.